നമസ്കാരം, ഞാൻ ഡയറ്റീഷ്യൻ നിയ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡി റിച്ച് ഫുഡ്സിനെ കുറിച്ചാണ്. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പം ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ്? സൺലൈറ്റ് ആയിരിക്കും അല്ലേ? അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് സൺലൈറ്റിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് വൈറ്റമിൻ ഡിയെ ഒരു സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്ത് വൈറ്റമിൻ ഡിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാൽസ്യം, ഫോസ്ഫറസ് ഇവയെ അബ്സോർബ് ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുക. ഇത് രണ്ടുമാണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ മിക്കവരിലും കാണുന്ന ഒരു പ്രോബ്ലമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം പലരിലും പല രീതിയിലായിരിക്കും അതിൻ്റെ സിംറ്റംസ് കാണിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അമിതമായിട്ടുള്ള ടയർഡ്നെസ് ഫീൽ ചെയ്യുക, ഇടവിട്ട് നമുക്ക് പനി ഉണ്ടാകുന്നു, ബാക്ക് പെയിൻ ഉണ്ടാകുന്നു, അതുപോലെ ഹെയർ ഫോൾ ഉണ്ടാകുന്നു. പ്രധാനമായിട്ടും നമ്മൾ വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് വേണ്ടിയായിട്ട് നമ്മൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്ത് വെയിലാണ് കൊള്ളേണ്ടത്. ഈ ഒരു സമയത്ത് വെയിൽ നമ്മളൊരു 15 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ നമ്മൾ ആ ഒരു വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആ ഒരു വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയായിട്ട്. അപ്പം നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലേ. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുക ഈ സൺലൈറ്റിൽ നിന്ന് തന്നെയാണ്. എങ്കിലും മിക്കവരുടെയും ഡൗട്ടാണ് ഏതൊക്കെ ഫുഡ്സിലാണ് വൈറ്റമിൻ ഡി ഉള്ളതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ലിസ്റ്റാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പം ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് ബീഫ് ലിവേഴ്സ് ആണ്. അപ്പം വൈറ്റമിൻ ഡിയുടെ അളവ് ബീഫ് ലിവറിൽ വളരെയധികമാണ്. അടുത്ത കാറ്റഗറി പറയുന്നത് ഫിഷസ് ആണ്. ഫിഷുകളിൽ നമുക്ക് ട്യൂണ, സാൽമൺ ഇവയിലൊക്കെ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെയധികം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മത്തി, അയല ഇതിലൊക്കെ ചെറിയ തോതിലും വൈറ്റമിൻ ഡിയുടെ അളവ് കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് എഗ് യോക്സ് എന്നുള്ളത്. നമ്മളൊരു എഗ്ഗ് മുഴുവനായിട്ട് എടുക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം മുട്ടയുടെ വെള്ള എന്ന് പറയുമ്പം അതിൽ കൂടുതലായിട്ടും പ്രോട്ടീൻ, നമ്മുടെ ഒരു മുട്ടയുടെ കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ വന്നിരിക്കുന്നത് മുട്ടയുടെ വെള്ളയിലാണ്. പക്ഷെ മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത്, അതായത് എഗ് യോക്ക് എന്ന് പറയുന്നത്, അതിനകത്താണ് ബാക്കി ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ വൈറ്റമിൻ ഡിയും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഈ എഗ് യോക്കിലാണ്. അതുകൊണ്ട് ദിവസവും എഗ് യോക്ക് എടുക്കുന്നത് ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത് നോൺ വെജ് ഫുഡ്സിൽ നിന്നാണ് അല്ലേ. ഇനി നോൺ വെജ് കഴിക്കാത്തവരോ അല്ലെങ്കിൽ ഇങ്ങനെ ഫിഷ് ഐറ്റംസ് ഒന്നും കഴിക്കാത്തവർക്കോ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ഭക്ഷണത്തിൽ കൂടെ ലഭിക്കുന്ന ഒരു സോഴ്സാണ് മഷ്റൂംസ് എന്ന് പറയുന്നത്, അഥവാ കൂണ്. അപ്പോൾ ഈ കൂണിൽ നല്ലൊരു ശതമാനം വൈറ്റമിൻ ഡി കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് പറയുന്നത് സോയാബീൻസ്, സോയ പ്രൊഡക്ട്സിലൊക്കെയാണ്. ടോഫു, അതുപോലെ സോയ ചങ്ക്സ്, ഇങ്ങനത്തെയുള്ള സോയ പ്രൊഡക്ട്സിനകത്തും വൈറ്റമിൻ ഡിയുടെ അളവ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഓറഞ്ച് ജ്യൂസസ്. മറ്റ് ഫ്രൂട്ട്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഓറഞ്ചിനകത്ത് ഒരു ചെറിയ ശതമാനം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ദിവസവും ഓറഞ്ച് ജ്യൂസൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ അളവിൽ നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതിന് അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പറയുന്നത് ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആണ്. ഇപ്പം ജ്യൂസുകളായിക്കോട്ടെ, അങ്ങനെ കുറേ പ്രോഡക്ട്സ് വൈറ്റമിൻ ഡി ഫോർട്ടിഫൈ ചെയ്ത് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്ത് ആ ഒരു കറക്റ്റ് അളവിൽ വൈറ്റമിൻ ഡി കിട്ടുന്നതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ചീസ് എന്നത്. ചീസിലും പ്രധാനമായിട്ടും ചെഡാർ ചീസസ്, ഇതിനകത്ത് വൈറ്റമിൻ ഡി കണ്ടന്റ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് യോഗേർട്സിനെ കുറിച്ചാണ്. കട്ടത്തൈര്. ഈ യോഗേർട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രോബയോട്ടിക് ആണ്. നമ്മുടെ ആ ഗട്ട് ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യോഗേർട്ട് ഒരു പ്രോബയോട്ടിക് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് വൈറ്റമിൻ ഡി, കാൽസ്യം, വൈറ്റമിൻ B12 മറ്റു മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കാറ്റഗറി പറയുന്നത് ഷെൽ ഫിഷുകളെ കുറിച്ചാണ്. ഷെൽ ഫിഷസിൽ ഓയിസ്റ്റേഴ്സ്, പ്രോൺസ് ഇവയിലൊക്കെ വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യം കാണപ്പെടാറുണ്ട്. പക്ഷെ നമുക്ക് ഷെൽഫിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഇതിൻ്റെ ഇൻടേക്ക് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫുഡ്സിൽ നിന്നുള്ള വൈറ്റമിൻ ഡി സോഴ്സസ് എന്ന് പറയുന്നത്. ഇവയൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ ഫുഡ്സിൽ നിന്നെല്ലാം വൈറ്റമിൻ ഡി വളരെ ചെറിയ അളവിൽ മാത്രമാണ് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് സൺലൈറ്റിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ദിവസവും നമ്മുടെ ഓരോരുത്തരുടെയും ആ ഒരു സ്കിൻ ടോൺ അനുസരിച്ച് ഒരു 15 to 30 മിനിറ്റ്സ് നമ്മൾ ആ ഒരു സൺലൈറ്റ് എക്സ്പോഷർ നമുക്ക് കിട്ടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നോർമൽ ആയിട്ടുള്ള ബാക്കി ആളുകളും ഇതുപോലെ ദിവസവും ഒരു സൺലൈറ്റ് എക്സ്പോഷർ ഒരു 15 to 30 മിനിറ്റ്സ് അവർക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.